ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ? വർത്താനം സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം നമ്മളിവിടെ നമ്മളമ്മക്കൊരു പാവാട അടിച്ചാന്ന് കരുതിങ്ങാണ്ടേ അതേറ്റിരിക്കുകയാണ് കേട്ടോ. പാവാടയാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ? നമ്മളെ സാധാരണ പാവാട എൻ്റെ മാതിരിയല്ല കേട്ടോ. നമ്മളെ പഴയ ഞെറിയിട്ട പാവാടല്ലേ, അങ്ങനത്തെ പാവാടയും ഉമ്മ അടിയിലിടുള്ളൂ. അപ്പോൾ അത് നമുക്കിവിടെ മെഷീനുണ്ടേ, നമ്മൾ തന്നെ അടിച്ചു കൊടുക്കും. അതിന് അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഞങ്ങളൊന്ന് കണ്ടു നോക്കി. ഇത് ഇന്നത്തെ തുണി ഏതാണെന്നറിയോ? ഇത് നമുക്കിവിടെ റേഷൻ കടയിലേ ഒരു ഡബിൾ തുണിയും ഒരു സാരിയും ഒരു കാർഡുമേ കിട്ടും. അപ്പോൾ ആ വെള്ളത്തുണി ഡബിൾ തുണി ആരും എടുക്കൂല ഇവിടെ. അപ്പോൾ അതിങ്ങനെയാണ് കാട്ടും ഉമ്മാക്ക്. സാരി പിന്നെ വല്ല തലക്കണിയോറെ കടക്കൻ്റെറൊക്കെ അങ്ങനെ അതും അടിച്ചു ഞാൻ കേട്ടോ. അപ്പം നമ്മൾ കുറേ ആയിട്ടിപ്പോൾ നാട്ടിലൊക്കെ ആകുകൊണ്ടേ മെഷീൻ അവിടെ അങ്ങനെ വെറുതെ കിടന്നതുകൊണ്ട് ഭയങ്കര ടൈറ്റാണ്. എണ്ണയൊക്കെ കൊടുത്തു നോക്കി നമ്മൾ തള്ളി ഉന്തണം. അപ്പോൾ ഏതായാലും അതങ്ങോട്ട് അടിച്ചട്ടെ. അതങ്ങോട്ട് അടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ തേങ്ങൻ്റെ കണ്ടില്ലേ ഉണക്കി വെച്ചിക്കണ്, അത് ആട്ടണം. അതിനുണ്ട് പണി കിടക്കണ്. പിന്നെ നമുക്ക് വെള്ളം ഇപ്പം 2 ദിവസം കൂടുമ്പോഴേ വരുന്നുള്ളേ. നനച്ചുള്ളിപ്പണിയും കിടക്കുന്നുണ്ട്. നാളെ ഇപ്പം ഇനി ബറാത്താണ് ഇവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ പണികളൊക്കെ ഇങ്ങനെ ഉണ്ട്. പൊടിച്ചാനാണ് മക്കളെ, വീഡിയോ പൊടിച്ചാനാണ് ഇപ്പം നമുക്ക് ഗതികേടേ. അതും ഒരു ഗതികേടുണ്ട്. പുതിയാപ്പിളക്കാക്ക ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പൊടിച്ച് തരും, ഇല്ലാത്ത നേരത്തെ പൊടിച്ചാൻ ഗതികേട് തന്നെയാണ്. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ മക്കളെ, നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ആ ലൈക്കും കമൻറ്റുമാണ് നമുക്ക് വലിയ ഉപകാരമാകുക കേട്ടോ. അത് ഇനിയിപ്പോൾ നിങ്ങൾ ആരും മറന്നു പോകരുതേ. കാരണം ആരെ വീഡിയോ കാണുകയാണെങ്കിലും അത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ പറയുക, ഇനിയിപ്പോൾ ആരാണെങ്കിലും ഇതുമായിട്ട് വന്നിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിങ്ങാണ്ട് തന്നെ ഈ കാര്യം വന്നിക്കുക. അല്ലാതെ ആരും ഇപ്പോൾ ഇതിന് മെനക്കെട്ട് നിൽക്കൂല. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഒരു അഭിപ്രായം അവിടെ ഉണ്ടാവുമല്ലോ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ, അത് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടി. നമുക്കും അതൊരു വലിയൊരു ഉപകാരമാണ്. അത് നിങ്ങൾ മറന്നു പോകരുതേ. കാരണം ഞാനിപ്പോൾ ഇതായിട്ട് മെനക്കെട്ടിക്കണത് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ ആസ്പത്രിക്ക് പോകാണ്ട്. അവിടെ നാട്ടിലായതിന സമയത്ത് അതിനൊരു വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം അത് ഉള്ളതായിട്ട് പോയി ഇങ്ങാണ്ട് പോരേനു. ഇവിടുന്ന് അങ്ങനെയല്ലല്ലോ, ഇവിടുന്ന് പോരുമ്പോൾ ഇവിടുന്ന് പോരാനുള്ള ചിലവും ഇതൊക്കെ വേണ്ട മക്കളെ. അപ്പോൾ വല്ലതും കിട്ടിയെങ്കിൽ എന്ന് കരുതിങ്ങാണ്ട്. അപ്പോൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യണില്ല. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്കും വലിയ അടിപൊളി കണ്ടൻറ്റായിട്ടൊന്നും വരാൻ കഴിയൂലെങ്കിലും ഉള്ളതേറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നിങ്ങാണ്ട് ഉണ്ടാക്കാമെന്ന് കരുതിങ്ങാണ്ടാണ്. കാരണം ഗുളികൻ്റെ വിലയാണ് നമ്മളെ കൊണ്ട് ഒട്ടും താങ്ങണില്ല. പിന്നെ ഇപ്പോൾ ടെസ്റ്റും കാര്യങ്ങളും ആണെന്നിപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇപ്പം ഒന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും കെഞ്ചണത് നിങ്ങളോട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ പാവാട അവിടെ അടിച്ച് കഴിഞ്ഞു. മക വലിയ നീളത്തിലും പറ്റൂലേ, ഉമ്മനെ നീളമില്ലാത്തൊരാളുമാണ്. അപ്പോൾ അത് 2 അടിച്ചു കൊടുക്കാൻ പറഞ്ഞാണ്. അതാണ് അടിച്ച് എടുത്തുകൊണ്ടാണ് ആട്ടാൻ പോകാൻ. മില്ല് ഇവിടെ അടുത്ത് തന്നെയാണ്, അതും ഞങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ ഇവിടെ മഞ്ഞാണ്, രാത്രിയായ നല്ല മഞ്ഞാണ്. തൊണ്ട അടക്കലും തലവേദനയും കാലാവസ്ഥൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ചൂടും വയ്യ തണുപ്പും വയ്യ എന്ന് പറഞ്ഞ കോലാണ്. മെഷീന് തള്ളി കൊടുക്കണേ. ഇവിടെ നോക്കാണേ, നല്ലോണം ടൈറ്റ് ആയിക്കണ്. തീരെ ഉപയോഗിച്ചാതെ വെച്ചല്ലേ 4-5 മാസം. ചുളിവൊക്കെ വരുന്നുണ്ട്.
അത് വലിച്ചു പിടിച്ചാനൊന്നും കഴിയണില്ല. ഏതായാലും അതുകൊണ്ട് അടിച്ചു കൊടുക്കട്ടെ ഒന്ന്, ബാക്കി പിന്നെ അടിച്ചു കൊടുക്കാമെന്ന് കരുതിങ്ങാണ്ടേ. ഇപ്പൊക്കെ നല്ല വെയിലാട്ടോ. ഇനി ഒരു 5 മണിയായാൽ തുടങ്ങും മഞ്ഞ്, പൂര മഞ്ഞേക്കാരം. അത് രാവിലെ ഒരു 8 മണി വരെ ഉണ്ടാവും. പുറത്തേക്ക് ഇറങ്ങാനേ കഴിയൂല. വെള്ളമാണെങ്കിൽ വരിക അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം രാത്രി, അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് ശേഷം, ഒരു 6 മണി 7 മണിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോണ്ടിട്ടോ. ഇതാ നോക്കാം, നിങ്ങൾ ഇങ്ങനെ ഞെറിയിട്ടും കണ്ടടിച്ചണേ. നമ്മളെ ചെറുപ്പത്തിൽ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഞെറിയിട്ട പാവാടല്ലേ കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.